അടുത്ത അഡാപ്റ്റേഷനാണ് അഡാപ്റ്റേഷൻ ടു ഹൈ ടെമ്പറേച്ചർ. എങ്ങനെയാണ് ഓർഗാനിസംസ് ഹൈ ടെമ്പറേച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. സോ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ അതിൻ്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ ഒരു നാരോ ഒപ്റ്റിമം ടെമ്പറേച്ചറാണ് വേണ്ടത്. സോ ഒരു നാരോ ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ് ഒരുവിധം ഓർഗാനിസത്തിൻ്റെ ബോഡിയിലൊക്കെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് വർക്ക് ചെയ്യുന്നത്. സോ ഹ്യൂമൻ ബീയിങ്സിലാണെങ്കിൽ അവരുടെ ഒപ്റ്റിമം മെറ്റബോളിക് റിയാക്ഷൻ, സോ മെറ്റബോളിക് റിയാക്ഷൻസ് ഹ്യൂമൻ ബോഡിയിൽ നടക്കണമെങ്കിൽ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിലാണെങ്കിൽ ആ മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കാൻ വേണ്ടിയുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഇതുപോലെ ഒരു നാരോ ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഒക്കെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുക. എന്നാൽ ആർക്കി ബാക്ടീരിയ, സോ ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻറ്റ് ഫോം ഓഫ് ബാക്ടീരിയ, ആദ്യത്തെ ബാക്ടീരിയ ആണ്. സോ ആർക്കി ബാക്ടീരിയ ദാറ്റ് ലിവ് ഇൻ ഹോട്ട് സ്പ്രിങ്ങുകളിൽ, അതുപോലെ ഡീപ് സീ ഹൈഡ്രോതെർമൽ വെൻറ്റുകളിലും, സോ ഡീപ് സീ ഹൈഡ്രോതെർമൽ വെൻറ്റുകളിലും അതുപോലെ ഹോട്ട് സ്പ്രിങ്ങുകളിലൊക്കെ കാണുന്ന ആർക്കി ബാക്ടീരിയ, അവിടെ ഈ ആർക്കി ബാക്ടീരിയയുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മോർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ 100 ഡിഗ്രി സെൽഷ്യസിന് മേലെയാണ് അവരുടെ ബോഡിയിൽ മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കാൻ വേണ്ട ടെമ്പറേച്ചർ. സോ ദീസ് മൈക്രോബ്സ്, ഈ ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന മൈക്രോബ്സുകളൊക്കെ പോസസ് സ്പെഷ്യൽ എൻസൈംസ് ഉണ്ടായിരിക്കും അവരുടെ ബോഡിയിൽ ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. സോ ഒരു നാരോ ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ് ഒരുവിധം ഓർഗാനിസത്തിൻ്റെയൊക്കെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് അഥവാ മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നത്. സോ ഹ്യൂമൻ ബീയിങ്സിൽ നമ്മൾ പറഞ്ഞു 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ആർക്കി ബാക്ടീരിയ ഹോട്ട് സ്പ്രിങ്ങുകളിലും ഡീപ് സീ ഹൈഡ്രോതെർമൽ വെൻറ്റുകളിലൊക്കെ കാണുന്ന ആർക്കി ബാക്ടീരിയയിൽ അവരുടെയൊക്കെ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിനും മേലെയാണ്. അത് എങ്ങനെയാണ് 100 ഡിഗ്രി സെൽഷ്യസിന് മേലെ ഇരുന്നിട്ട് അവരുടെ മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ബോഡിയിൽ ഈ പറഞ്ഞ ആർക്കി ബാക്ടീരിയ പോലത്തെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഒരു സ്പെഷ്യൽ എൻസൈമുകൾ ഉണ്ടായിരിക്കും. ആ എൻസൈമുകളാണ് ഇതുപോലത്തെ ഹൈ ടെമ്പറേച്ചർ 100 ഡിഗ്രിന് മേലെയുള്ള ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് അവരുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് അഥവാ മെറ്റബോളിക് റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അതാണ് അവരുടെ ഹൈ ടെമ്പറേച്ചറിനുള്ള അഡാപ്റ്റേഷൻ.